ഒറ്റയ്ക്ക് ഹാപ്പി ആവുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അതിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. അടിപൊളി. അപ്പൊ ഏതോ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു, അവരെന്തൊക്കെയോ കൊണ്ടുവന്നു. അപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവര് ഭയങ്കര ഇതായിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഫുഡ്? ഞാൻ പറഞ്ഞു കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. നവീൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള വളരെ ബ്രേവ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് യു ക്യാൻ സേ നോ. ഇത് എങ്ങനെ പഠിച്ചു എന്നുള്ളത് ഐ റിയലി വാണ്ട്. ബിക്കോസ് ഐ എം ഓണസ്റ്റ്. എൻ്റെ മോന്, എൻ്റെ അച്ഛൻ, അമ്മ, എന്നെ സ്നേഹിക്കുന്നവര്, സ്നേഹിതര്, അവരൊക്കെ എന്നെ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നില്ലേ എന്താ അവള് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ തളരാൻ എനിക്ക് ഇഷ്ടമില്ല. തളർന്നു പോരുമെന്ന് ഞാൻ എന്നോട് പറയും. ഞാൻ എന്നെ എപ്പോഴും ഒരു ഫിനിക്സ് പക്ഷിയായിട്ട് കാണാനാണ് റൈസ് ഫ്രം ദി ആഷസ്. സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും ഡിപ്പെൻഡൻസി ആണല്ലോ. ഒരു സ്നേഹത്തിന്റെ വാലിഡേഷൻ ഇല്ലാതെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആണ്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഐ മേക്ക് ഇറ്റ്. ഞാൻ നോണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ സെൽഫ് എസ്റ്റീം പോകുന്ന രീതിയിൽ ചിലപ്പോൾ പല കാര്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ ബിഹേവ് ചെയ്യേണ്ടി വന്നിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ നാടൻ ഫുഡും അങ്ങനത്തെ വീട്ടിലെ സാധനങ്ങളൊക്കെയാണ് എനിക്കിഷ്ടം. ഞാൻ ആകെ ഡിപ്രസ്ഡ് ആവും 2 ദിവസമൊക്കെ ചോറൊക്കെ കിട്ടിയില്ലെങ്കിൽ. പഞ്ചായത്തില് മൊഞ്ചു പെരുത്തൊരു സുന്ദരിയോ, ഇവൾ പഞ്ചാരപ്പഴ പായസക്കപ്പിലെ മുന്തിരിയോ, കൊഞ്ചും പുന്നാരച്ചിരി പൊന്മണി തൂകണ പെൺമണിയോ, നെഞ്ചിൽ 5ാം കാലത്തിൽ പാട്ടുകൾ പാടണ പൈങ്കിളിയോ. വെൽക്കം ടു ഓഫ് സ്ക്രിപ്റ്റ്. താങ്ക് യു. സ്ക്രിപ്റ്റിലുള്ള ഒരു കാര്യമല്ല പറയുന്നതെന്നുള്ളതാണ് എന്റെ പ്രത്യേകത. അപ്പൊ നമ്മള് ഒരുമിച്ചൊരു യാത്ര കഴിഞ്ഞു, പിന്നെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. അതെ, ഞങ്ങൾ ഒരുമിച്ചൊരു UK യാത്ര. നല്ല യാത്രയായിരുന്നു. നല്ല യാത്രയായിരുന്നു. ഓർമ്മയില്ലേ നമ്മള് മറ്റേ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് പുറത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് റോഡിലൊക്കെ കിടന്ന് ഓടി കളിച്ചൊക്കെ ഫോട്ടോ. വെരി ബ്യൂട്ടിഫുൾ. ആ തേയില നുള്ളാൻ പോയ സ്റ്റെപ്പ് എപ്പോഴും എന്റെ ഫോണിലുണ്ട്. ഞാനത് പോസ്റ്റ് ചെയ്യുന്നില്ല, വെറുതെ എന്തിനാ വൈറലാവുന്നെന്ന് വിചാരിച്ചു. ഒരു വീഡിയോ അല്ലേ? വീഡിയോ എന്തെങ്കിലുണ്ട്. ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ. അതെ, സദ്യയുടെ ആ ഒരു എനർജി ആയിരുന്നു അന്ന്. നമ്മള് ഒരു ഇലയിലൊക്കെ അല്ലേ UK ഭക്ഷണം കഴിച്ച. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തൊരു ദിവസം കിട്ടിയ എന്തായിരിക്കും ചെയ്യും? അങ്ങനെ വെക്കത്തില്ല ദിവസം. അങ്ങനെ ഒരു ദിവസം വെക്കത്തേ ഇല്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് ചാർട്ടിലുള്ള ഒരു സംഭവം ഇല്ല. അല്ല, ഐ ചാർട്ട് മൈ ഡേയ്സ്. വെറുതെ ഇരിക്കുന്ന പരിപാടിയില്ല, എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, എന്നുവെച്ചാ എനിക്കത് ഒട്ടും ഹെൽപ്ഫുൾ അല്ല. അപ്പൊ അൺവാണ്ടഡ് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ എനിക്ക് വരുന്നത് കൊണ്ട് ഐ പ്രിപ്പയർ മൈസെൽഫ്. തലേ ദിവസം തന്നെ ഞാൻ പിറ്റേ ദിവസം അങ്ങ് സെറ്റ് പ്ലാൻ ചെയ്യും. എങ്ങനെയാ? ഐ ഓൾവേസ് ടേക്ക് 1 day at a time. ഓഫ് കോഴ്സ് വേറെ ഇപ്പം നമുക്ക് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും. പക്ഷെ ഇപ്പൊ വർക്ക്ഔട്ട് ആണെങ്കിലും അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് പോകുന്നത്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും പ്രീ പ്ലാൻ ചെയ്ത് ഞാൻ കഴിവതും ഫിക്സ് ചെയ്യും. അങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുമ്പോ ഒരു സമാധാനം ഉണ്ട്. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു ഡിസിപ്ലിൻഡ് ഫീൽ ഒക്കെ കിട്ടുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. അതെല്ലാവരും പ്രാക്ടീസ് ചെയ്യണമെന്നല്ല, പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യുമ്പോ ഭയങ്കര ലേസി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു റിസ്ക് ഓഫ് കോൺഷ്യൻസ്, ഒരു കുറ്റബോധമൊക്കെ തോന്നും. എനിക്ക് ആ പ്രൊഡക്ടിവിറ്റി പ്രശ്നമുണ്ട്. എനിക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ വളരെ ഡൗണർ ആയി. പക്ഷെ ഇപ്പൊ ചിലപ്പോ ഈ പ്രോഗ്രാം ഇപ്പൊ തലേദിവസം രാത്രി ലേറ്റ് ആയിട്ട് നമുക്ക് ഡാൻസ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ 2 മണി 3 മണിക്കൊക്കെ വന്ന് കിടക്കുന്നെങ്കിൽ പിറ്റേ ദിവസത്തെ അധികം പ്ലാനിങ് എനിക്ക് കാണത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ദിവസം രാവിലെ എഴുന്നേക്കാൻ തന്നെ കുറെ ലേറ്റ് ആവും. പിന്നെ ഊണൊക്കെ കഴിച്ചിട്ട് പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ഒരു ആകെ ഇങ്ങനെ ആങ്ങി തൂങ്ങി അങ്ങനത്തെ ഒരു ഫീലിംഗ്. അപ്പൊ പിന്നെ ഞാൻ നല്ലോണം ഒന്ന് കുളിക്കും. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ ചെയ്യുള്ളൂ. ഇപ്പൊ വലിയൊരു യാത്ര അല്ലെങ്കിൽ ഒരു ഡാൻസ് പ്രോഗ്രാം അടുപ്പിച്ച് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് എന്താ ഒരു റീസെറ്റ് റുട്ടീൻ എന്താ? ഇമ്മീഡിയറ്റ് അൺപാക്ക് ചെയ്യും. ഓക്കെ, കൊണ്ടുവന്ന സാധനങ്ങൾ അപ്പൊ തന്നെ കറക്റ്റ് പ്ലേസിൽ എടുത്ത് വെക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ. ഇല്ലെങ്കിൽ എനിക്ക് പറ്റേയില്ല. അതെന്റെ ഒരു നെഗറ്റീവ് ആണെന്ന് വേണം പറയാൻ. അതായത് അതിൽ ഞാൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആവും. ഇല്ലെങ്കിൽ തിരിച്ചപ്പോ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അന്ന് തന്നെ ഞാൻ അൺപാക്ക് ചെയ്യും. അപ്പൊ അത് നമുക്ക് വലിയൊരു ജോലിയാണ് ആക്ച്വലി. അപ്പൊ അത് മുഴുവൻ അൺപാക്ക് ചെയ്ത് വാഷ് ചെയ്യാനുള്ളതെല്ലാം വാഷ് ചെയ്ത് അതെല്ലാം ചെയ്യുന്നതാണ് എന്റെ ഫസ്റ്റ് ഇമ്മീഡിയറ്റ് തിങ് എന്ന് പറയുന്നത്. അടിപൊളി. അപ്പൊ ഹൗ ഡു യു റെസ്റ്റ്? ഞാൻ ഇതിൽ ഓക്കെയാണ്. എന്നെ വായിക്കാൻ ഇഷ്ടമുള്ള വായിക്കും, റെസ്റ്റിംഗ് ആണല്ലോ. പക്ഷെ എന്തെങ്കിലും അങ്ങനെ ചെയ്തോണ്ടിരിക്കണം. എന്തെങ്കിലും എനിക്ക് ചെയ്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ വർത്താനം പറഞ്ഞോണ്ടിരിക്കും. അല്ല, ഇപ്പം ചില ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ചുമ്മാ ഫ്രണ്ട്സിനെ കാണാൻ പോവാ, മീറ്റ്. എനിക്ക് അത് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എന്തെങ്കിലും അവിടെയും എന്തെങ്കിലും ഇഫ് ദർ ഇസ് എ കോസ്, അതാണ് എനിക്ക് ഇഷ്ടം. ഇപ്പൊ നമ്മൾ മീറ്റ് ചെയ്യുവാണ്, അപ്പൊ നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, ഇപ്പൊ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാ പോകുന്നെങ്കിൽ അതെനിക്ക് ഇഷ്ടമാണ്. നമ്മളൊരു ഡിസ്കഷനൊക്കെ അല്ലേ. ഞാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ എല്ലാവരും വെറുതെ ഒക്കെ ഒരു ഗെറ്റ് ടുഗദർ അങ്ങനെയൊക്കെ പോവല്ലോ, അതെനിക്ക് അത്ര വലിയ ഹൈ അല്ല.
ഇത് പണ്ടോട്ട് എങ്ങനെയാണ്? ചൈൽഡ്ഹുഡ് തൊട്ട് ഇങ്ങനെയാണ്? ചൈൽഡ്ഹുഡ് തൊട്ട് ഫുൾ ടൈം വർക്കിംഗ് ആണല്ലോ ഞാൻ. പിന്നെ വീട്ടിൽ കുറെ നാൾ ഇരുന്നില്ലേ, അപ്പൊ ഇപ്പൊ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എനിക്ക്. അപ്പൊ ആ ഫേസിൽ ഓക്കെ ആയിരുന്നു? അപ്പോഴും ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ആയിട്ട് ഭയങ്കര എനർജി സ്പെൻഡ് ചെയ്യണ്ടായിരുന്നു അല്ലേ? ഇങ്ങനെയല്ല, ഞാൻ കല്യാണം കഴിക്കുന്നതിന്റെ മുന്നേ വന്നിട്ട് എനിക്കങ്ങ് മതിയായി, എനിക്ക് എങ്ങനെങ്കിലും റെസ്റ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ കല്യാണം കഴിച്ചത്. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഐ എം നോട്ട് മെന്റ് ഫോർ ദാറ്റ്. അങ്ങനെ വന്നിട്ട് ഫുൾ ടൈം വീട്ടിൽ അങ്ങനെ ഇരിക്കും. പക്ഷെ എന്നിട്ടും ഐ വാസ് ദെയർ ഫോർ സോ മെനി ഇയേഴ്സ്. 9 years കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ശരിക്കും വർക്ക് ചെയ്യാനും നാട്ടിലേക്ക് വന്നതും ഒക്കെ. പിന്നെ an idle mind is a devil's workshop. So that I always believe in it. അപ്പൊ അതുകൊണ്ട് വെറുതെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ പോരായ്മകളെ പറ്റിയും മനസ്സിന്റെ വിഷമങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് ആലോചിക്കാൻ കൂടുതൽ സമയം കിട്ടും, ഓപ്പർച്യൂണിറ്റി കിട്ടും. I try my best not to give such an opportunity. കൊടുക്കില്ല, ഞാൻ വിഷമിക്കില്ല എന്നൊന്നും അല്ല. എല്ലാവരും പറയും ഇങ്ങനെ ഭയങ്കര ഇൻസ്പിറേഷണൽ ആണ് എന്നൊക്കെ പറയും. അങ്ങനെയല്ല, ഐ ഹാവ് മൈ ഓൺ ലോ ഡേയ്സ്. പക്ഷെ ഐ ഡോണ്ട് ട്രൈ ടു പ്രൊജക്ട് ഇറ്റ്. അത് മാക്സിമം ഒരു ദിവസത്തില് ഒഴിവാക്കി അടുത്ത ദിവസം മുതല് ഞാൻ എന്നെ എപ്പോഴും ഒരു ഫിനിക്സ് പക്ഷിയായിട്ട് കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. റൈസ് ഫ്രം ദി ആഷസ്. അതിപ്പോ നവ്യ ഒരു സ്റ്റോറി പറയുമ്പോഴാണെങ്കിലും ദാറ്റ് ഒരു ഹാർഡസ്റ്റ് കാര്യമാണ് പറയുന്നെങ്കിലും യു പ്രസന്റ് ഇറ്റ് ഇൻ എ ഫണ്ണി വേ. നമ്മളിത് ഇത് ആ കാര്യം തന്നെയല്ലേ ഈ കുട്ടി പറഞ്ഞതെന്ന് തോന്നുന്ന തരത്തിൽ യു പ്രസന്റ് ഇറ്റ് അല്ലേ? എന്റെ മൈൻഡിൽ ഞാൻ എല്ലാവർക്കും ലൈഫിൽ അങ്ങനെ മിസറബിൾ ആയിട്ടുള്ള സമയങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാൻ എന്നെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും push myself. Very tough. It's not easy for me. I'm a very sensitive, emotional person. It's very tough for me. But I do it. Because I do it for myself. I do it for the people who are looking at me. എൻ്റെ മോന്, എൻ്റെ അച്ഛൻ, അമ്മ, എന്നെ സ്നേഹിക്കുന്നവര്, സ്നേഹിതര്, അവരൊക്കെ എന്നെ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നില്ലേ, എന്താ അവള് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ തളരാൻ എനിക്കിഷ്ടമില്ല. തളർന്നു പോരുമെന്ന് ഞാൻ എന്നോട് പറയും. ഈ ഡാൻസിനോടുള്ള റിലേഷൻ, ഇത് തീരെ ചെറിയ ഏജിൽ തൊട്ട് ഡാൻസ് എപ്പോഴും ലൈഫിന്റെ ഒരു പാർട്ടായിരുന്നു. ആൻഡ് ഇപ്പൊ അതൊരു വളരെ ഒരു കോൺഷ്യസ് ചോയ്സ് ആൻഡ് ഇറ്റ്സ് ആൻ ഇന്റഗ്രൽ പാർട്ട് എന്ന് പറയുന്ന പോലെ ലൈഫിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പുറത്ത് നിന്ന് നോക്കുമ്പോൾ അന്ന് നവിക്ക് ഡാൻസുമായിട്ടുള്ള റിലേഷനെ കഴിഞ്ഞും ഇപ്പൊ അത് ഭയങ്കര ഒരു വേറൊരു തരത്തിൽ ഇവോൾവ് ചെയ്ത പോലെ പുറമെ നോക്കുമ്പോൾ തോന്നുന്നുണ്ട്. നവിക്ക് അതെങ്ങനെ ഫീൽ? അതെ, ഇറ്റ് ഇസ് ട്രൂ. ബിക്കോസ് പണ്ട് വന്ന് ഡാൻസ് കളിക്കുന്നത് ആക്ട്രസ് ആയതുകൊണ്ട് പ്രോഗ്രാം വരുമ്പം ഞാൻ അങ്ങ് പോയി അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നു, 2 ദിവസം പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇന്ന് ഡാൻസാണ് എന്റെ ഏറ്റവും വലിയ പാഷൻ. സത്യം പറഞ്ഞാൽ എന്ത് ടെൻഷൻസും എന്ത് സ്ട്രെസ്സും എനിക്കുണ്ടെങ്കിലും എത്ര പ്രശ്നം ഉണ്ടെങ്കിലും നന്നായിട്ടൊന്ന് ഡാൻസ് കളിച്ചാൽ ഇറ്റ്സ് വെരി സയന്റിഫിക് ഓൾസോ. ദ മോർ യു സ്ട്രെസ്ഡ് ഔട്ട് ദെൻ നമ്മുടെ ഹോർമോൺ ചേഞ്ച് ഒക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ട് ഉണ്ടാവും എന്ന് ഓൾറെഡി പറയാറുണ്ടല്ലോ. അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു മെഡിറ്റേഷൻ പോലും വർക്ക് ചെയ്യത്തുള്ളൂ. അതർവൈസ് യു ആർ already dumb or you're already depressed and you sit and meditate, you will meditate on the depressed thoughts. അപ്പോ അതല്ലാതെ പക്ഷെ പലപ്പോഴും there were days where I couldn't even dance. പക്ഷെ എങ്ങനെയെങ്കിലും തുടങ്ങും. എനിക്ക് തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ I fall into it. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഏറ്റവും വലിയ, അതായത് ഞാൻ പണ്ടൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലൊരു പനി വരുമ്പോ ആവി പിടിക്കുന്ന സുഖമാണ് എനിക്ക് ടെൻഷൻ ഉള്ള ദിവസങ്ങളിലൊന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. നല്ല ജലദോഷം പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് ആവി പിടിച്ച ഫീൽ റിലീഫ് എന്ന് പറയുന്ന പോലെയാണ് എനിക്ക്. അപ്പൊ അത് കാരണം അതിന്റെ അർത്ഥം ആ ആവിപിടുത്തം കൊണ്ട് നമ്മുടെ പനി മാറുന്നില്ല, പക്ഷെ വി ഫീൽ ബെറ്റർ. അപ്പൊ എന്ന് പറയുന്ന പോലെ എനിക്കതൊരു വലിയൊരു സഹായമാണ്. ഡാൻസ് എന്റെ ഇന്റഗ്രൽ പാർട്ടാണ്. ഡാൻസിനെ കൂടുതൽ അറിയാൻ തുടങ്ങിയപ്പോ, നമ്മൾ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ നമ്മൾ അതിനെ സ്നേഹിക്കും. എല്ലാരും അങ്ങനെയല്ലേ, നമ്മൾ സ്നേഹിക്കുന്നതോറും നമ്മളെ സ്നേഹിക്കും, മനുഷ്യരൊഴിച്ച്. ഇപ്പൊ ഒരു ടീച്ചറും കൂടിയാണ് അല്ലെ? ഇത് പഠിക്കുന്നതിനെ കഴിഞ്ഞ് വളരെ ഡിഫറെന്റ് ആണ് നമ്മളിത് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ജേർണി ഇപ്പം മാതങ്കിലേക്ക് വന്നു കഴിഞ്ഞാല് ആ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളതിനപ്പുറത്ത് ഒത്തിരി കുട്ടികൾക്ക് ഗൈഡ് ആവുന്നു, മെന്റർ ആവുന്നു. ചാലഞ്ച്. ഐ എം നോട്ട് അറ്റ് ഓൾ എ മെന്റർ. മെന്റർ ഇസ് എ ഗുരു. സോ ഐ ഡോണ്ട്, എനിക്ക് അങ്ങനത്തെ ഒരു ഡെഫിനിഷൻ ഉള്ള അർഹതയില്ല. അപ്പം ഐ ക്യാൻ സേ ദാറ്റ് ഐ ഹാവ് എ ഗുരു, പ്രിയദർശിനി ഗോവിന്ദ്. ഷീ ഈസ് എ മെന്റർ ഇൻ ഓൾ മീൻസ്. എന്റെ ജീവിതത്തിലാണെങ്കിലും എന്റെ എല്ലാ പ്രവർത്തികളിലും എല്ലാ കാര്യങ്ങളിലും എനിക്കൊരു മെന്റർഷിപ്പ് പ്രിയാക്ക് എന്റെ കൊണ്ടുണ്ട്. അപ്പം ഷീ ഈസ് മൈ ഗുരു. ബട്ട് ഞാൻ വന്നിട്ട് ഇനിയും ഒരു ഗുരു ഒന്നും ആയിട്ടില്ല. ഇല്ല, ഇനിയും എത്രയോ റിഫോം ആവാനുണ്ട് ഞാൻ ഒരു ഗുരുവിലേക്ക് എത്തണമെങ്കിൽ. പിന്നെ ഐ എം എ ടീച്ചർ. യെസ്, ഐ ടീച്ച് മൈ കിഡ്സ് ആൻഡ് ഐ ലൈക്ക് ദം. ഐ ലവ് ടു സീ ദം ഗ്രോയിങ്. അതിനിങ്ങനെ നല്ല രസമുള്ള ഡാൻസ് അടവുകളൊക്കെ ആണെങ്കിലും
എന്റെ കുഞ്ഞുമക്കൾ 6 വയസ്സൊക്കെ ഉള്ളവർ ഇപ്പൊ ഒരു 8 വയസ്സിലൊക്കെ ഡാൻസ് കളിക്കുമ്പോഴത്തേക്ക് അവരുടെ അടവുകളുടെ ഭംഗി കൂടുന്നതും അത് ഇമ്പ്രൂവ് ആവുന്നതും കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നും. ആനുവൽ ഡേക്ക് ഞാനിങ്ങനെ നട്ടുവാങ്കം ചെയ്തോണ്ടിരിക്കുമ്പോ എനിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും ഓക്കെ ഞാൻ പെർഫോം ചെയ്യുന്നില്ല, എന്റെ കുട്ടികളാണ് പെർഫോം ചെയ്യുന്നത്. പക്ഷെ എന്നിട്ട് എനിക്ക് അത്രയും ഒരു ടെൻഷൻ ഉണ്ട്. അപ്പം അതൊക്കെ ഒരു ടീച്ചറിന്റെ ഫീലിംഗ് ആയിരിക്കും. ഐ എൻജോയ് ദ പ്രോസസ്. അവര് പഠിപ്പിക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇന്നലെ തന്നെ കഴിഞ്ഞ സാറ്റർഡേ വന്നിട്ട് സൺഡേ വന്നിട്ട് മണ്ടിയടവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. മണ്ടിയടവ് എന്ന് പറഞ്ഞാൽ ഓഡിയൻസിന് ഇങ്ങനെ കാലിന്റെ മുട്ട് കുത്തി പിന്നെ ഇങ്ങനെ നൂർന്ന അങ്ങനെയൊക്കെ ഉള്ളൊരു ലഞ്ചസും ഫുൾ സെറ്റും കൂടി മിക്സ് ചെയ്ത പോലെ ഉള്ള ഒരു അടവാണ് ഇങ്ങനെ വർക്ക്ഔട്ട് ഫോമിൽ പറഞ്ഞാൽ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ മക്കൾ അത് ചെയ്യുമ്പോഴത്തേക്ക് അവർക്കത് ബോറിംഗ് ആയിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എല്ലാരെയും കൂടെ ഹാളിന്റെ ഒരു എൻഡിൽ നിർത്തിയിട്ട് ഞാൻ ഫ്രണ്ടില് എന്നിട്ട് ഞാൻ പറയും കളിയാ, ഇറ്റ്സ് എ ഗെയിം, ആരാണ് ഫസ്റ്റിൽ വന്നിട്ട് അപ്പൊ ലഞ്ചസ് വെച്ച് പോവും. ഇറ്റ്സ് എ ബിഗ് ഹാൾ. അപ്പൊ ഇത് ഇത്രയും ദൂരെ അവര് ഈ ലഞ്ചസ് ചെയ്ത് എന്റെ പുറകിന് വരണം. ഞാനും ചെയ്തോണ്ടിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ ഫുൾ സിറ്റിംഗ് പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഫ്രോഗ് ജമ്പിങ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ സീനിയർ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ഇനി ഈ അടവ് കാണിച്ചു കൊടുക്കാൻ. സോ ഇമ്മീഡിയറ്റ്ലി അവരത് പഠിച്ചു. അപ്പൊ അങ്ങനെ നമുക്ക് കുട്ടികളെ എങ്ങനെ ഇന്നോവേറ്റീവ് ഇപ്പം ചിലപ്പം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കുട്ടികളെ വന്നിട്ട് എനിക്ക് പഠിപ്പിച്ച് അവരെ ഇനിയും കറക്റ്റ് ചെയ്തെടുക്കാൻ എനിക്ക് ഭയങ്കര ഈസിയാ. പക്ഷെ ദ ചാലഞ്ച് ഇസ് വേർ ഒന്നും അറിയാൻ വയ്യാത്ത കുഞ്ഞു മക്കള് വരുന്നുണ്ടല്ലോ, അവരെ വന്നിട്ട് ബ്യൂട്ടിഫുൾ ഡാൻസേഴ്സ് ആക്കുക എന്നുള്ളതാണ് ഐ റിയലി ലുക്ക് ഫോർവേഡ് ഫോർ ദാറ്റ്. എനിക്ക് ഒത്തിരി നല്ല കുട്ടികളുണ്ട് എന്റെ സ്കൂളിൽ. ഇപ്പൊ പലപ്പോഴും എല്ലാരും പറയുന്ന ഒരു ചാലഞ്ച് എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണല്ലോ, പെട്ടെന്ന് കാര്യം നടക്കാന്നല്ലോ. പക്ഷെ ക്ലാസിക്കൽ ഡാൻസിലേക്ക് വരുമ്പോൾ ഇറ്റ് ടേക്സ് ടൈം ആൻഡ് എഫേർട്ട്. ഞാൻ ആദ്യം തന്നെ മാതങ്കിയിൽ വരുന്ന എല്ലാ സ്റ്റുഡൻസിന്റെ അടുത്തും അവരുടെ പാരന്റ്സിന്റെ അടുത്തും ഞാൻ പറയും ഒരു വർഷത്തിൽ അരങ്ങേറ്റം നടത്തണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ദിസ് ഇസ് എ റോങ് പ്ലേസ് ടു കം. ഇവിടെ അങ്ങനത്തെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ല. അവരുടെ ടാലന്റിനനുസരിച്ച് വെനെവർ അവര് അത് പാകമായി എന്ന് തോന്നുമ്പോഴല്ലേ നമുക്ക് പഴങ്ങളൊക്കെ പറിച്ചെടുത്ത് നമ്മള് കഴിക്കുള്ളൂ. എന്ന് പറഞ്ഞ പോലെ പാകമായി എന്ന് തോന്നുന്ന ഒരു മൊമെന്റില് എനിക്കത് പറയാൻ പറ്റുള്ളൂ. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കുട്ടികളോ പേരൻസോ ഒന്നും ഇതുവരെ എന്നെ അതിന് വേണ്ടി ഫോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്താ ഞങ്ങളുടെ അരങ്ങേറ്റാവാത്ത എന്നാരും ചോദിച്ചിട്ടില്ല കേട്ടോ. ദേ ആർ ഓൾ ഗുഡ് പീപ്പിൾ. ആസ് എ പേരന്റ് എങ്ങനെയാണ് സായിക്കുട്ടനുമായിട്ടുള്ള ആ ബോണ്ട് എങ്ങനെയാ? നമ്മൾ കുട്ടികളുടെ കൂടെ നമ്മളും വളരെയാണല്ലോ അല്ലെ, അവരുടെ കൂടെ നമ്മൾ ഒരുപാട് കാര്യം ലേൺ ചെയ്ത് അങ്ങനെ സായിയുടെ അടുത്തുനിന്ന് ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? സായിയുടെ അടുത്തുനിന്ന് ലേൺ ചെയ്യുന്ന കാര്യം, ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് കരയും, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ പെട്ടെന്ന് വിശ്വസിക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് വിശ്വസിച്ചിട്ട് ചിലപ്പോ ഞാൻ അവരുടെ അങ്ങനെ എനിക്ക് ഭയങ്കര സിമ്പതി ഒക്കെ തോന്നി ഞാൻ അങ്ങനെ ഒരു അപ്പം സായി വന്നിട്ട് എപ്പോഴും എന്റെ അടുത്ത് പറയും അമ്മ ഇങ്ങനെ ആൾക്കാരെ കണ്ണു അടച്ച് വിശ്വസിക്കരുത്, തിങ്ക് ട്വൈസ് ബിഫോർ യു ടേക്ക് എ ഡിസിഷൻ എന്നവൻ പറയും. അവൻ ആ കാര്യത്തിലൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ടെക്നിക്കലി കുറച്ചും കൂടെ ഇപ്പൊ മാതങ്കിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറയും അമ്മ മാതങ്കിയിൽ ഇനിയും കുറെ ഡാൻസസ് പഠിപ്പിക്കണം, സോ ദാറ്റ് യുനോ പല വെറൈറ്റീസ് ഓഫ് ഡാൻസ് വരട്ടെ, ദെൻ ഇറ്റ് ബിക്കംസ് എ ഹ്യൂജ് ഒരു വലിയൊരു ഇതാവും. പക്ഷെ ഞാൻ പറയില്ല എനിക്ക് അറിയാത്തതൊന്നും ഞാൻ പറഞ്ഞില്ല. വൈ ആർ യു സോ കൺവെൻഷണൽ എന്റെ അടുത്ത് ചോദിക്കും. അപ്പൊ ഞാൻ പറയും ഓക്കെ വെൻ ഐ ഹാൻഡ് ഇറ്റ് ഓവർ ദിസ് ടു യു യു ടേക്ക് എ കോൾ, ഇറ്റ്സ് യുവർ കോൾ, റൈറ്റ് നൗ ഐ എം സ്കേർഡ് ടു ഡു ഇറ്റ്. എനിക്ക് അറിയാവുന്നത് മാത്രമേ എനിക്ക്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു അപ്പൊ പിന്നെ ഈ ടാറ്റ എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പില് അവിടെ ഉള്ള ആൾക്കാർക്ക് അറിയുന്നത് മാത്രമാണോ അവരുടെ അണ്ടറിലുള്ള ബിസിനസ്? അപ്പൊ ഞാൻ പറഞ്ഞു ദിസ് ഇസ് നോട്ട് എ ബിസിനസ് ഫോർ മീ. അപ്പൊ അങ്ങനെ സോ ഹി ഈസ് വെരി ബിസിനസിനെ പറ്റിയിട്ടൊക്കെ അവന് നല്ലൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. ഐ എം എ പ്രൗഡ് മദർ. എന്നെ വന്ന് ഒരുപാട് ഇൻസിസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ അമ്മ പ്രോഗ്രാം കഴിഞ്ഞിട്ടൊക്കെ വന്ന് ഉറങ്ങുകയാണെങ്കിലൊക്കെ എന്നിട്ട് അമ്മയെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന ഒരു കൺസിഡറേഷൻ ഉള്ള ഒരു കുട്ടിയാണ്. ഇപ്പം അവൻ ചിലപ്പോൾ എവിടെയെങ്കിലും പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഞാൻ പറയാം അമ്മയ്ക്ക് തീരെ വയ്യടാ എന്നൊക്കെ ഡാൻസ് കളിച്ചിട്ട് അമ്മയ്ക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞാൽ അവൻ പ്ലാൻ ചെയ്ത കാര്യമാണെങ്കിലും ഇറ്റ്സ് ഓക്കെ, അമ്മയ്ക്ക് വയ്യെങ്കിൽ വേണ്ട എന്നുള്ള ഒരു ഞാനും അങ്ങനെ തന്നെയാണ് അവന്റെ അടുത്ത്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞാൽ അവനൊരു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യാറൊന്നുമില്ല. അപ്പം അങ്ങനെ ഹീസ് എ വെരി നൈസ് ബോയ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ. പക്ഷെ ഞാനും അവന്റെ പേരന്റിങ്ങിൽ ഞാൻ അവനെ തല്ലിയിട്ടൊന്നും ഇല്ല. എനിക്കൊന്ന് 2022 ഫെബ്രുവരി 16 മാത്രമാണ് ഞാൻ ഒരു പ്രാവശ്യം അവനെ തല്ലിയിട്ടുള്ളൂ. സോ ഐ സ്റ്റിൽ റിമെമ്പർ
എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു മിസ്റ്റേക്ക് ഉള്ള ഒരു ഡേ ആയതുകൊണ്ട് ഞാനത് ഓർത്തിരിക്കും. അതൊരു ഒരു കുട്ടിയായി ഇമ്പൾസ് ഒന്നല്ല, ഞാൻ ഇമ്പൾസിലൊന്നും ചെയ്യത്തില്ല. ഞാൻ വളരെ പേഷ്യന്റ് ആയിട്ടാണ് കാര്യങ്ങൾ എടുക്കുള്ളൂ. ഞാൻ പെട്ടെന്ന് എടുത്ത് ചാടി ഒന്നും ചെയ്യില്ല. പക്ഷെ ഞാൻ അതെന്നെ അപ്പുറത്തുനിന്ന് ഒരു കുട്ടി വിശ്വസിപ്പിച്ചതാണ് ഇവൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആക്ച്വലി അവനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞത്. കാരണം അന്നാണ് എനിക്ക് മനസ്സിലായത് ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവൻ കുറച്ച് സ്റ്റക്കായി പോവും. ഇവൻ അപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്ത് അവന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് പറയാനുള്ള ആ ടൈപ്പ് ഒരാളല്ല അവൻ. അവൻ ചിലപ്പം കുറെ സമയം എടുത്തിട്ടാണ്. അപ്പോഴത്തേക്കും ചിലപ്പോൾ അവൻ ഒരു കൾപ്രിറ്റ് ആണെന്ന് നമ്മൾ വിശ്വസിച്ച് പോകും. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പൊ അത് മനസ്സിലായതിനു ശേഷം പിന്നെ ഞാൻ എപ്പോഴും കുറച്ച് സമയം കൊടുക്കും. സായി എന്താ ഇങ്ങനെ സംഭവിച്ചേ, നീ എന്നോട് കുറച്ച് കഴിയുമ്പോൾ വന്ന് കറക്റ്റ് ആയിട്ട് പറയണം എന്ന് പറയും. അതൊരു ലേണിംഗ് ആയിരുന്നു അവന്റെ അടുത്തുനിന്ന്. സോ ഇങ്ങനെയാണ് അവൻ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ചില ആൾക്കാർ പെട്ടെന്ന് ഫ്രീസ് ആയി പോലോ, കുറച്ച് സമയം അപ്പം അതിനകത്ത് കഴിഞ്ഞിട്ട് എന്റെ അച്ഛനും അമ്മയും കൂടെ അവന്റെ സ്കൂളിൽ പോയപ്പോ ഇതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്തും തിരിച്ച് എന്റെ പേരൻസ് വന്നിട്ട് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കുറച്ച് സമയം കൊടുക്ക, അത് കഴിയുമ്പോൾ അവൻ പറയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാന്ന്. ദാറ്റ് വാസ് ബിക്കോസ് ഓഫ് മൈ എക്സ്പീരിയൻസ്, ആ പ്രയർ എക്സ്പീരിയൻസ് ചെയ്യുന്ന. ബട്ട് ഐ ഓൾസോ ലേൺഡ് ആൻഡ് ഐ എം റെഡി ടു ലേൺ. അത് പഠിക്കണമല്ലോ. നമ്മളെ പോലെ നമ്മുടെ മക്കളത് മാത്രല്ല, നമ്മളെ പോലെ ആരും ആവണമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തർ റിയാക്ട് ചെയ്യുന്നതിന് ചിലപ്പോൾ സമയമെടുക്കും. ഞാൻ വന്നിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ ഞാനതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും, ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് പറഞ്ഞ എല്ലാവരെയും നമുക്ക് ആ രീതിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ വാക്ക് പറയുന്നത് ചില സാഹചര്യങ്ങളും കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരില്ലേ നമ്മുടെ. ഓരോരുത്തരുടെ വാല്യൂ സിസ്റ്റം ഡിഫറെന്റ്, വാല്യൂ സിസ്റ്റവും അവസ്ഥയും നമ്മുടെ മെച്ചൂരിറ്റി അനുസരിച്ച് നമുക്കത് മനസ്സിലായിക്കൊണ്ടിരിക്കും. വാല്യൂസിനെ പറ്റി പറഞ്ഞപ്പോഴാണ് എപ്പോഴും ലൈഫിൽ കീപ്പ് ചെയ്യുന്ന, അതായത് wherever you are, ഇതെന്റെ ഒരു വാല്യൂ ആണ് അങ്ങനെ വിചാരിക്കുന്ന. ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ബി ഓണസ്റ്റ്. നുണയൊന്നും ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം, മനസ്സിലായി. പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നത്രയും ചില കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ ഞാൻ പറയും എന്നെ ഇതിന്നൊന്ന് ഒഴിവാക്കും. കാരണം അതിന് ഉത്തരം ചിലപ്പോൾ ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയുമ്പോൾ അത് ഒരുപാട് പേരെ വിഷമിപ്പിക്കുന്നതാണ്. ഞാനത് പറയാതിരിക്കും. ഇപ്പം എന്റെ ഇന്റഗ്രിറ്റിയും ഞാൻ ഒത്തിരി വിശ്വസിക്കുന്ന ആളാണ്. അപ്പം ആ ഒരു സെൽഫ് എസ്റ്റീം ഒക്കെ കീപ്പ് ചെയ്യണം എന്ന് എല്ലാവരെയും പോലെ, ഞാൻ മാത്രമൊന്നല്ല അത്. എന്നാലും എന്റെ ഇന്റഗ്രിറ്റി എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓണസ്റ്റ് ആയിട്ട് ഇരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇതൊന്നും ജീവിതത്തിൽ ഒരിക്കലും ബ്രേക്ക് ചെയ്തിട്ടില്ല എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ നുണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ സെൽഫ് എസ്റ്റീം പോകുന്ന രീതിയിൽ ചിലപ്പോൾ പല കാര്യങ്ങളും എനിക്ക് ജീവിതത്തിൽ ബിഹേവ് ചെയ്യേണ്ടി വന്നിട്ടുമുണ്ട്. പക്ഷേ ആസ് എ പേഴ്സൺ എന്ത് വാല്യൂനെയാണ് ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഓണസ്റ്റിയും എൻ്റെ ഇന്റഗ്രിറ്റിയും ആണ് ഏറ്റവും കൂടുതൽ. അത് ചിലപ്പോഴൊക്കെ മിസ്സായിട്ടുണ്ട്. പക്ഷെ മിസ്സാവുന്നതും തെറ്റുകൾ ചെയ്യുന്നതും ഹ്യൂമൻ ആണല്ലോ. അതായത് മനുഷ്യരെല്ലാം തെറ്റുകൾ ചെയ്യും. മനുഷ്യർക്കൊക്കെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാരെ ബുള്ളി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നി എന്നൊക്കെ പലരും നമ്മൾ എഴുതി ചോദിക്കും. നമ്മളോടൊന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞ വേറെ ആൾക്കാരോട് ചോദിക്കും. ആ ചോദ്യം ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ ഒന്ന് തിരിച്ചാലോചിക്കണം, നമ്മൾ ചെയ്യാറില്ലേ തെറ്റുകൾ? അതുപോലെയാണ് എല്ലാ മനുഷ്യർക്കും. പക്ഷെ തെറ്റുകൾ ചെയ്യുന്നതിലല്ല, തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു പ്രശ്നം വരുന്നത്. ഒരേ തെറ്റുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് പാറ്റേൺ എന്ന് പറയും, മിസ്റ്റേക്സിന്റെ ഒരു പാറ്റേൺ. സോ സംടൈംസ് നമ്മുടെ ഒരു ട്രോമ, ഒരു മിസ്റ്റേക്ക് നമുക്ക് പറ്റി ആൻഡ് മേ ബി നമുക്ക് അതിന്റെ ശേഷം ഒരു ട്രോമ ഉണ്ടായി, പിന്നെ ഒരു 90% ചാൻസ് കൂടുതലാണ് അതേ മിസ്റ്റേക്ക് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ. Because this trauma is asking us to do the same mistake. Okay, go ahead. അപ്പോൾ ഇത് വരും. ഈ പാറ്റേൺ നമ്മൾ റിയലൈസ് ചെയ്ത പാറ്റേണിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് പോകുന്നത് ഒരു ഭയങ്കര ബ്രേവ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. അത് നമ്മളെന്ന് പറയുന്ന ഇന്നർ സെൽഫിനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. കാരണം ഈ പാറ്റേൺ ആണ് നമുക്ക് ഈസി ഫോളോ ചെയ്യാൻ. ആ പാറ്റേണിനെ ബ്രേക്ക് ചെയ്ത് ബ്രേവ് ആയിട്ടൊരു മൂവ്മെന്റ് എടുക്കാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷെ നമ്മളത് ചെയ്യണം. എന്ത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിലേക്ക് നമ്മള് വാല്യൂസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിലേക്ക് വന്നത്. നവീല് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള വളരെ ബ്രേവ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് യു ക്യാൻ സേ നോ. ഇതെങ്ങനെ പഠിച്ചു എന്നുള്ളത് ഐ റിയലി വോണ്ട്, ബിക്കോസ് ഐ ആം ഓണസ്റ്റ്. ഏതെങ്കിലും ഒക്കെ പോയിന്റിൽ നമുക്ക് ഇതുപോലെ ഒരു പീപ്പിൾ പ്ലീസർ ആവേണ്ട സിറ്റുവേഷൻസ് വരുമല്ലോ. ദെൻ ഓൾസോ യു ചൂസ് ടു ബി. പണ്ട് ഞാൻ എൻ്റെ വിവാഹത്തിന് മുമ്പ് പറഞ്ഞിരുന്ന ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്ന കാര്യമുണ്ട്. അതായത് എല്ലാ കാലത്തും എല്ലാ മനുഷ്യരെയും നമുക്ക് ഒരുപോലെ പറ്റിക്കാൻ പറ്റില്ല. സോ എപ്പോഴും ഇറ്റ് ഈസ് വെരി
ബേസിക് ആയിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ളത്. അതായത് കള്ളങ്ങൾ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും, പക്ഷെ സത്യം പറയുമ്പോൾ നമുക്ക് മറക്കാനൊന്നുമില്ല. അതെ അതെ. പിന്നെ ഇപ്പൊ ചിലത് പറയാതിരിക്കുക. ഇപ്പം എനിക്ക് വന്നിട്ട് പ്രൂവ് ചെയ്യാനുള്ള ചില പോയിന്റ്സ് ആണെങ്കിൽ പോലും ചിലപ്പം അതിനകത്ത് മിഥ്യയുടെ ഒരു എലിമെന്റ് ഉണ്ട്. അപ്പൊ ഞാനത് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ. അപ്പം ഈ ചോദിച്ച പോയിന്റ് അനുസരിച്ച് നോ പറയാൻ വന്നിട്ട് ഇനി അറിയത്തില്ല അതെന്താ. ഞാനങ്ങനെ എനിക്ക് സർപ്രൈസ്ഡ് ആയിട്ടുള്ള ചില ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയി. അവര് എന്തോ ഒരു കാര്യത്തിൽ ഇതുപോലെ ഒരാള് അഭിപ്രായം ചോദിച്ചതാണ്. ലൈക്ക് ആക്ച്വലി നമുക്കൊക്കെ അറിയാറുണ്ട് ഇതിനകത്തൊരു പ്രശ്നമുണ്ട് എന്നുള്ളത്. ഇങ്ങനെയാണ്. ഓക്കെ, നമ്മള് അവർക്കൊരു വിഷമമായാലും ഷീ വാസ് വെരി ജെനുവിൻ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ പക്ഷെ അതെനിക്ക് അറിഞ്ഞുകൂടാ അശ്വതി. അതായത് എനിക്ക് പലപ്പോഴും ഞാനത് അബ്രപ്റ്റ് ആയിട്ടാണ് പറയുന്നത് എന്നുള്ളത് എനിക്ക് അറിയില്ല. മനസ്സിലായോ? ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയുന്ന. ഇപ്പം അന്ന് തന്നെ ആൾക്കാർ ചിലപ്പോൾ അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യും അല്ലേ. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ മനസ്സിലാവും. ഇഫ് ദേ സ്പെൻഡ് എ ഡേ ഓർ ടു വിത്ത് എക്സാക്ട്ലി ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ അന്ന് നമ്മൾ പോയില്ലേ ഷീനോ, അലീന അവരുടെ എല്ലാവരുടെയും കൂടെ പോയപ്പോ ഞാൻ ആദ്യത്തെ ദിവസം അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോ ഞാനും എന്റെ കൂടെ ലക്ഷ്മിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ഈ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ക്ലോസ് ചെയ്തു. അപ്പൊ ഏതോ ഒരു പെട്ടെന്ന് കയറിയ ഒരു റെസ്റ്റോറൻറ്റിലാണ് കഴിച്ചത്. അപ്പൊ ഇവര് വന്നിട്ട് ഭയങ്കര ബോധേഡ് ആയിരുന്നു. എനിക്ക് എന്താ ഇഷ്ടം. അപ്പൊ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇവിടെ എന്ത് കഴിച്ചിട്ടാണ് ഇതാവേണ്ടതെന്ന്. അപ്പൊ ഏതോ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു. അവരെന്തൊക്കെയോ കൊണ്ടുവന്നു. അപ്പൊ കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഇവര് ഭയങ്കര ഇതായിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഫുഡ്? ഞാൻ പറഞ്ഞു കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ലക്ഷ്മി വന്നിട്ട് പക്ഷെ ഇത് കൊള്ളാം അല്ലേ, പിന്നെ ഇതൊന്ന് കഴിച്ചു നോക്കിയാൽ ബാലൻസ് ചെയ്യാൻ. പക്ഷേ ഇതിപ്പോഴെനിക്ക് എനിക്ക് അറിയാം. അപ്പൊ പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ റൂമിൽ പോയി കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് വിളിച്ചു. അപ്പൊ കോമൺ ഫ്രണ്ട് അപ്പം ഇത് UK-ലാണല്ലോ സംഭവിക്കുന്നത്. അപ്പം പുള്ളിക്കാരൻ പുറത്തില്ലേ. അപ്പൊ എന്റെ അടുത്ത് അപ്പം ലക്ഷ്മിയുടെ അടുത്ത് സംസാരിക്കാം. അതെ, പുള്ളിക്കാരത്തിയോട് പ്രത്യേകം പറയണം. ആൾക്കാർ ചിലപ്പോ നമ്മുടെ ചോദിക്കും ഓക്കെ ആണോ, അപ്പൊ നമ്മൾ ഓക്കെ ആന്ന് പറയണം. ഇഷ്ടപ്പെട്ടോ, നമ്മൾ ഇഷ്ടപ്പെട്ടെന്ന് പറയണം. ഇവർക്ക് വളരെ ബിസി ആയിട്ടുള്ള തിരക്കുള്ള ജോലികളൊക്കെ മാറ്റി വെച്ച് നമ്മളോട്ടുള്ള ഇഷ്ടം കൊണ്ട് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് കൊള്ളാമോ കൊള്ളത്തില്ല എന്ന് പറയാനുള്ള സാധ്യതയുണ്ട് ധന്യ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശരിയാക്കണം. അപ്പം ഞാനത് ഒരുപാട് കറക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഒരിക്കലും എന്റെ ഇന്റൻഷൻ ഇതല്ല. ഞാൻ പറയുന്നത് കാരണം ഒരാളെ വിഷമിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ഓർക്കുന്നത് അവരുടെ വീട്ടിൽ ഉണ്ടാക്കിയ ഫുഡൊന്നും അല്ലല്ലോ. നമ്മള് കടയിൽ കിട്ടിയ ഒരു ഫുഡ് അപ്പൊ ഈ നല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ നല്ലതല്ല എന്നുള്ളത് എന്റെ ഒരു വളരെ ജെന്യുൻ ആയിട്ടുള്ളൊരു ഉത്തരവായിരുന്നു. പക്ഷെ അത് അവർക്ക് ഹേർട്ട് ചെയ്തേക്കാം. പക്ഷെ അതേ അവസരത്തിൽ തന്നെ ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് ഇടിയപ്പവും കറിയൊക്കെ കൂടെ കഴിച്ചു. നമ്മൾ ഒരുമിച്ച് കഴിച്ചു. അന്ന് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മളന്ന് ഡബിൾ ഡോർ പോകുന്നതിന് മുമ്പ് ഞാൻ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കഴിച്ചു. അപ്പം എനിക്ക് കുറച്ചും കൂടെ നാടൻ ഫുഡും അങ്ങനത്തെ വീട്ടിലെ സാധനങ്ങളൊക്കെയാണ് എനിക്കിഷ്ടം. മറ്റേതൊന്നും അത്ര എനിക്ക് അതുകൊണ്ടായിരിക്കും എനിക്കത് ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ സർവൈവ് ചെയ്യാൻ. ഇപ്പൊ സ്കോട്ട്ലൻഡ് ഒക്കെ പോയിട്ട് എനിക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ഞാൻ ആകെ ഡിപ്രസ്ഡ് ആവും 2 ദിവസമൊക്കെ ചോറൊക്കെ കിട്ടിയില്ലെങ്കിൽ. അങ്ങനെ അങ്ങനത്തെ ഒരു പ്രോബ്ലം എനിക്കുണ്ട്. നോ പറയുന്നത് ഞാനൊക്കെ പറയുന്നതാണ് ഓണസ്റ്റ് ആയിട്ട്. പക്ഷെ ഒരിക്കലും എന്റെ മനസ്സിലൊരു ഇന്റൻഷൻ ഇല്ല അപ്പുറത്തിരിക്കണവരെ ഹേർട്ട് ചെയ്യണമെന്ന്. അപ്പൊ ഞാനത് സ്ലോലി മേ ബി അത് ഞാൻ പഠിക്കുന്നുണ്ട്. നോ ആണെങ്കിലും നമ്മൾ വന്നിട്ട് വേറൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഇനി ഹെൽപ്ഫുൾ ആണെങ്കിൽ ഐ എം ലേണിംഗ് ഇറ്റ്. ഐ എം ട്രൈങ് ടു ഇംപ്ലിമെന്റ് ഇറ്റ് ഇൻ മൈ ലൈഫ്. നല്ലതിന് വേണ്ടി പറയുന്ന എല്ലാം അക്സെപ്റ്റ് ചെയ്യണ്ടേ. അതെ അതെ, തീർച്ചയായിട്ടും. യാത്രകൾ ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യാറുണ്ടോ? യാത്രകൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ യാത്ര ചെയ്യുന്നത്. നമ്മൾ തനിച്ചാണല്ലോ. അപ്പൊ തനിച്ചാവല് പിന്നീട് ഒരു ഒറ്റപ്പെടലാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഞാൻ യാത്ര ചെയ്യാൻ ശീലിക്കുകയാണ്. അടിപൊളി. അങ്ങനെ ഇപ്പൊ റീസെന്റ് പോയ ഏതെങ്കിലും ഒരു യാത്ര? ഇല്ല, റീസെന്റ് ആയിട്ട് ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. എല്ലാം പ്രോഗ്രാം ഒക്കെ ആയിട്ട് പോയത്. ന്യൂസിലൻഡിൽ പോയിരുന്നു ഞാൻ, തനിച്ചാ പോയത്. ന്യൂസിലാൻഡ്, സിഡ്നി, ഓസ്ട്രേലിയ എല്ലാം പോയിരുന്നു. പക്ഷെ ഐ ഹാഡ് എ ഫ്രണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ അതൊരു സോളോ ട്രിപ്പ് എന്ന് പറയാൻ ആക്ച്വലി പറ്റില്ല. അങ്ങനെ ഒരു സോളോ ട്രിപ്പ് പ്ലാനിലുണ്ടോ? പോണം ആക്ച്വലി, എവിടെയെങ്കിലൊക്കെ പോണം. പക്ഷെ സോളോ ട്രിപ്പ് പോകുമ്പോൾ ഞാൻ പൊതുവെ കുറച്ച് ലോ ഫേസിലെത്തും. ഒറ്റയ്ക്കാവുന്നുണ്ട്. പക്ഷെ അതൊന്ന് ഓവർകം ചെയ്യണമെന്ന് എനിക്കുണ്ട്. ഒറ്റയ്ക്ക് ഹാപ്പി ആവുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അതിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഫോൾ ഫോർ ചെയ്യുന്നത് സ്നേഹത്തിന്റെ മുന്നിലാണ്. അപ്പോൾ
സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും ഡിപ്പെൻഡൻസി ആണല്ലോ. അപ്പോ ആ ഒരു സ്നേഹം ഇല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ആരോടും വിരോധം എന്നല്ല, പക്ഷെ ഇതിന്റെ ഒരു സ്നേഹത്തിന്റെ വാലിഡേഷൻ ഇല്ലാതെ സിമ്പിളായിട്ട് സന്തോഷമായിട്ട്, സിമ്പിളായിട്ട് എന്നല്ല, ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആണ്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഐ മേക്ക് ഇറ്റ്. ഡിജിറ്റൽ വേൾഡ് നമ്മുടെ കുറെ സമയം കൺസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അതിന്ന് കട്ട് ഓഫ് ചെയ്യാൻ കോൺഷ്യസ് ആയിട്ട് ഒരു എഫേർട്ട് എടുക്കേണ്ടി വരാറുണ്ടോ? ഞാൻ അതിൽ നിന്ന് ഫുള്ളി പുറത്ത് വന്നിട്ട് ആളല്ല, അതുകൊണ്ട് അത് അഡ്വൈസ് ചെയ്യാനുള്ള ഒരു ക്രെഡിബിലിറ്റി എനിക്കില്ല. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ അധികം യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും നോക്കാത്ത ഒരാളാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട്, അതായത് ഫോൺ ഞാൻ യൂസ് ചെയ്യും, പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറച്ച് പുറകിലേക്കാണ്. ഓക്കെ. അപ്പൊ അത് ഞാൻ യൂസ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഒരുപാട് ക്വാളിറ്റി ടൈം കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അത് ഞാൻ എൻ്റെ സ്കൂളിൽ വരുന്ന എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ പറയും, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഈ റീൽസ് എന്ന് പറയുന്ന 30 seconds 60 seconds ആൻഡ് ടു ദ മാക്സിമം 90 seconds ഉള്ള ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു സ്പാൻ എന്ന് പറയുന്നത്, കാരണം ഒരെണ്ണം കഴിഞ്ഞ അടുത്തത്. സോ 30 secondsലേക്ക് നമ്മുടെ ശ്രദ്ധ ചുരുങ്ങി പോവാണ്. അപ്പൊ കുട്ടികളോട് തന്നെ നമുക്കറിയാം, ഒരു 10 കുട്ടികൾ നിൽക്കുകയാണെങ്കിൽ ഫോൺ കുറച്ച് ഉപയോഗിക്കുന്ന ഒരു കുട്ടിക്കായിരിക്കും ഏറ്റവും കൂടുതൽ അറ്റൻഷൻ സ്പാൻ ഉള്ളത്. അപ്പൊ ഞാനത് ഇങ്ങനെ പിക്ക് ചെയ്തിട്ട് ഇവര് ഫോൺ ഉപയോഗം കുറവായിരിക്കും എന്ന് പറയുമ്പോൾ പേരൻസ് വളരെ സർപ്രൈസ്ഡ് ആയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക എങ്ങനെ മനസ്സിലായി എന്ന്. ഇത് വലിയ കാര്യമൊന്നുമല്ല. ആ കുട്ടി നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കാൻ എടുക്കുന്ന ആ സമയത്തിന്റെ ദൈർഘ്യം, ഒരാൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു പേഷ്യൻസ് ലെവല് നമുക്ക് കിട്ടുന്നത് ഇതിൽ നിന്നാണ്. ദ മോർ യു യൂസ് യുവർ മൊബൈൽ, യുവർ അറ്റൻഷൻ സ്പാൻ വിൽ റെഡ്യൂസ്. അറ്റൻഷൻ സ്പാൻ റെഡ്യൂസ് ചെയ്യുന്നതോടുകൂടി ഒരു കാര്യത്തിലും നമുക്ക് സക്സസിലേക്ക് എത്താനുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്ത് കാര്യത്തിലാണെങ്കിലും സക്സസിൽ എത്തണമെങ്കിൽ നമുക്ക് വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലിരിക്കണം. സോ ഐ തിങ്ക് ഇത് മാറുമല്ലോ, ഇങ്ങനെ കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇത് മാറി വേറെ എന്തെങ്കിലുമൊക്കെ ആവും. That is a beautiful conversation. Thank you so much. Thank you so much for the time. Bye.